എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. നമ്മളിന്ന് വാർത്ത കേൾക്കുമ്പോൾ ടി വി തുറന്നാൽ പത്രമെടുത്തു നോക്കിയാൽ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന അക്രമവാസന ധാരാളം കാണാം. ഒരു 5% ന്യൂസെങ്കിലും ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാരൻസിനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ സ്വയം ആത്മഹത്യയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അധ്യാപകരോട് അപമര്യാദയായി പെരുമാറുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികൾ ഇങ്ങനെയായി മാറാൻ കുറച്ച് പേര് പറയും മീഡിയയുടെ അമിത സ്വാധീനമാണ് എന്ന്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മാറ്റമാണെന്ന് പറയും. സൊസൈറ്റി മാറിക്കൊണ്ടേയിരിക്കും. മീഡിയയിലും വ്യത്യാസം വരും. പക്ഷേ ഇതൊക്കെ സ്വാധീനം ചെലുത്തുമെങ്കിലും ഇതിനേക്കാളൊക്കെ ഏറെ സ്വാധീനം ചെലുത്തുന്നതാണ് നമ്മൾ പാരൻസിൻ്റെ പെരുമാറ്റം. അപ്പം നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു നല്ല പാരൻ്റ് ഒഴിവാക്കേണ്ട ഒരു 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നതെങ്കിൽ, നിങ്ങൾ ഇന്നു മുതൽ അത് ഒഴിവാക്കി ഒരിത്തിരി സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുക. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അനാവശ്യമായി അവരോട് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കുക. ഒരു കുഞ്ഞൊരു കാര്യം പറയാൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടിയ പോലെ പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുൻവിധിയോടുകൂടി ആ കുട്ടിയോട് പെരുമാറുമ്പോൾ, അത് ആ കുട്ടിയുടെ മനസ്സിന്, ആ കുഞ്ഞു മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. പാരൻസ് ഫിഗറിനെ കുറിച്ചിട്ടുള്ള ആ ഇമേജ് ആ കുട്ടിയിൽ ഒരു നെഗറ്റീവ് ഇമേജായിട്ട് മാറും. നമുക്കൊക്കെ നമ്മുടെ പാരൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം, പാരൻസ് എന്ന ഒരു വികാരമുണ്ടല്ലോ, ആ ഒരു വികാരം ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം നമ്മളെ സഹായിക്കേണ്ട, പരിചരിക്കേണ്ട സമയം വരുമ്പോൾ ആ ഇമേജ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് പറയാനുള്ള കാര്യം അവർ പറയട്ടെ, അതുവരെ നമ്മൾ മിണ്ടാതെ കേട്ട് ഇരിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമുക്ക് പറയാനുള്ളത്, അതിൽ തെറ്റേതാ ശരിയേതാ എന്ന് നമ്മൾ തിരുത്തി കൊടുക്കുക. ദെൻ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, കുട്ടികൾക്കും ഫീലിങ്സും ഉണ്ടായിരിക്കും. അവരും ഒരു വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ഫീലിങ്സിനെ നമ്മൾ മുഖവിലക്കെടുക്കുക. കുറച്ച് ആളുകൾ പറയുന്നിട്ടുണ്ട്, കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ, അത് പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ, ആൺകുട്ടികൾ കരയാൻ പാടില്ല, നീ എന്താ ഇത്ര വലുതായിട്ട് കരയുന്നത്, നീ എന്താ ഇങ്ങനെ, നീ എന്താ അങ്ങനെ എന്നൊക്കെ കുട്ടികളെ ഒരുമാതിരി ഒരു പരിഹസിക്കുന്ന രീതിയിലേക്ക്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കരയാനും ദേഷ്യപ്പെടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഒരു വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യമാണത്. നമ്മൾ ദേഷ്യപ്പെടാറില്ലേ, നമ്മൾ കരയാറില്ലേ, നമ്മൾ ചിരിക്കാറില്ലേ? അപ്പോൾ അതേപോലെയൊക്കെ കുട്ടികൾക്കും അവകാശമുണ്ട്. അവരും ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിവരെ നമ്മൾ അനുവദിച്ചു കൊടുക്കുക. ആ പരിധി എവിടെയാണെന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മൾ നല്ല ഒരു പാരൻ്റായിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ പരിധി നിശ്ചയിക്കുന്നിടത്താണ്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവരോട് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് പറയുന്നിടത്തല്ല നമ്മൾ നല്ല ഒരു പാരൻ്റ് ആവുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത്, അമിത നിയന്ത്രണം, കുട്ടികളിലുള്ള അമിത കൺട്രോൾ ഒഴിവാക്കുക. നീ അങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്നുള്ള ഒരു എന്താ പറയുക, അമിതമായിട്ട് നിയന്ത്രണം വരുത്തുമ്പോൾ നമുക്ക് അമിതമായിട്ടൊരു നിയന്ത്രണം വരുത്തുകയാണ്. ഒരു സ്വാതന്ത്ര്യമില്ല, എല്ലാം മറ്റുള്ളവരുടെ പെർമിഷൻ വേണം ചെയ്യാൻ. എങ്കിൽ നമ്മളുടെ ലൈഫ് എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നിനും സമ്മതിക്കില്ല എന്നാണെങ്കിൽ, ഒരു റൗണ്ടിനുള്ളിൽ, ഒരു സർക്കിളിനുള്ളിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണോ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുക. കാരണം നമ്മളാണെങ്കിൽ ലൈഫ് കുറേ കണ്ടവരാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ട്രയൽ ആൻഡ് എററിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളിൽ തെറ്റുകൾ വരാം. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും നമ്മളിൽ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ തെറ്റുകളിലൂടെയാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. ആ തെറ്റ് നമുക്ക് തിരുത്തി തന്നിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ. അതേപോലെ കുഞ്ഞുങ്ങളിലും തെറ്റുകൾ കാണാം. ആദ്യം തന്നെ എൻ്റെ കുഞ്ഞ് ശരിയായിട്ട് തന്നെ ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. തെറ്റുകൾ ഉണ്ടാവുന്നതിൽ നിന്നാണ് ഒരു കുഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അവർ തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അമിതമായിട്ട് നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്നത്, എന്താണോ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രിച്ച കാര്യം ചെയ്യാൻ ആ കുട്ടി
ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് തോന്നും, എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാൻ തോന്നും. അത് നമ്മൾ അതിനുള്ള പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ കുട്ടി സ്വകാര്യമായി അത് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുകളിലേക്കും കുട്ടികളിൽ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവാനും അത് കാരണമാകും. നാലാമതായിട്ട് പറയുന്നത്, അമിതമായ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് കുട്ടികളെ ഒരിക്കലും ചെയ്യരുത്. ഒരു ചെറിയ കുറ്റത്തിന് അതിൻ്റെ ഇരട്ടി പണിഷ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഹറാസ് ചെയ്യുക, ആളുകളുടെ, കുടുംബക്കാരുടെ, ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരോട് ദേഷ്യപ്പെടുക, മോശമായി പെരുമാറുക, കളിയാക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് തമാശയായിട്ട് തോന്നാമെങ്കിലും, നിങ്ങൾ തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിലും ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാനസിക വിഷമം, ആ കുട്ടിയിൽ അത് സാഡ്നെസ്സും ആങ്സൈറ്റിയും ഒരു ഫിയറും ഒക്കെ, ആളുകളോട് ഇടപെടാനുള്ള ഒരു ഫിയർ, സംസാരിക്കാൻ പേടി ഒക്കെ വരും. ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ ആ കുട്ടിക്ക് സംസാരിക്കാൻ ഒരു പേടി വരും, ആളുകളോട് പെരുമാറാൻ പേടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഉൾവലിഞ്ഞ ഒരു ഇൻട്രോവേർട്ടായ കുട്ടിയായിരിക്കും നിങ്ങൾക്ക് പിന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത്. നിങ്ങൾക്കാണോ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ പറയുക. അതെന്താണ് കാരണം എന്ന് പറയുക. അല്ലാതെ പരസ്യമായി എൻ്റെ ദേഷ്യമാണെങ്കിൽ സങ്കടമാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ പ്രകടിപ്പിക്കട്ടെ എന്ന ഒരു വാശിയോടുകൂടി ഒരിക്കലും ഒരു പാരൻ്റ് കുട്ടികളെ സമീപിക്കരുത്. അതേപോലെ അടുത്തത് പറയുന്നത്, കുട്ടികളെ എപ്പോഴും കുറ്റപ്പെടുത്തി നമ്മൾ പറയരുത്. കുട്ടികളിലും ഉണ്ട് കുറേ നല്ല കാര്യങ്ങളുണ്ട്, അവരിലുള്ള നല്ല കാര്യങ്ങൾ പറയൂ. കുട്ടികളുടെ മോശം കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി, നീ കുഞ്ഞുനാളിൽ അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ല, നെഗറ്റീവും പോസിറ്റീവും കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കുട്ടികളുടെ സ്വഭാവം ഫോർമേഷൻ നടക്കുന്നത്. അപ്പം നെഗറ്റീവുകൾ പറയുന്നതിനേക്കാളേറെ ആ കുഞ്ഞിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ എന്താണ്, ആ കുട്ടി ചെയ്ത നല്ല കാര്യം എന്താണെന്ന് ആ കുട്ടിയോട് പറയുമ്പോൾ കിട്ടുന്ന, ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവലുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് ആ കുട്ടിയുടെ സ്വഭാവം നമ്മളൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി അത് ശരിയാക്കിയെടുക്കും. നേരെ മറിച്ച് നമ്മൾ ആദ്യം ഈ നല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഒന്നോ രണ്ടോ മോശം കാര്യമുണ്ടെങ്കിൽ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് ആ കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ ഒരു കുറവ് തോന്നും. ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, എൻ്റെ നല്ല കാര്യമൊന്നും ആരും കണ്ടില്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു താങ്ക്സ് പറഞ്ഞില്ലല്ലോ, നല്ല കുട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അമിതമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ ആ കുട്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞ്, ഇന്ന കാര്യം നീ നല്ലത് ചെയ്തു, പക്ഷേ നീ ഇത് ചെയ്തതിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അടുത്ത തവണ നീ അത് ആവർത്തിക്കരുതെന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യം വളരെ വലിയൊരു പാഠം തന്നെയാണ് ആ കുട്ടി അതിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അമിതമായി കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കുക. അടുത്തത് പറയുന്നത്, കുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ കുട്ടിയും ഓരോ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന കുട്ടികളാണ്. അപ്പോൾ പാരമ്പര്യം ഒരു 50% ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്നു. 40% ആ കുട്ടിയുടെ വ്യക്തിത്വമാണ് സ്വഭാവം തീരുമാനിക്കുന്നത്. 10% സാഹചര്യങ്ങളും. അപ്പോൾ അച്ഛനമ്മമാരെ പോലെ തന്നെ വേണം എൻ്റെ കുട്ടി എന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം 50% മാത്രമാണ് പാരമ്പര്യം ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സഹായിക്കുന്നുള്ളൂ. ബാക്കി ആ കുട്ടിയിൽ തന്നെയുള്ള വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വമാണ് നമ്മൾ പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് നല്ല വ്യക്തിയാവണമെങ്കിൽ നമ്മൾ നല്ല വ്യക്തിത്വത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം എന്നത് നമ്മൾ പറഞ്ഞ് കാണിച്ച് മോഡലായി നിന്ന് കൊടുക്കണം. ദെൻ 10% സാഹചര്യം, ആ കുട്ടി വളരുന്ന സാഹചര്യം. അപ്പോൾ അതിനനുസരിച്ച് ഒരു നല്ല സാഹചര്യവും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ദെൻ നെക്സ്റ്റ്, ഓരോ കുട്ടിക്കും വേറെ നിയമങ്ങളാണ്. ചില വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ, അനിയനോട് കുറച്ചധികം ഇഷ്ടം തോന്നുന്നു, എന്നോട് കുറച്ച് ഇഷ്ടം കുറഞ്ഞു എന്ന്, അല്ലെങ്കിൽ ചേട്ടന് ജോലി ഉള്ളത് കൊണ്ട് ചേട്ടനെ കുറച്ചധികം ഇഷ്ടമാണ്, ഞാൻ പഠിക്കാൻ കുറച്ച് മോശമായതുകൊണ്ട് എന്നെ അത്ര വലിയ കാര്യമില്ല, എൻ്റെ കാര്യങ്ങൾ പരിഗണിക്കില്ല എന്നൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾ ഒരേപോലെ തന്നെയാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? നമ്മളിലുള്ള ചെറിയ പെരുമാറ്റങ്ങൾ അവർ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്.
അത് ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, അവർ കുഞ്ഞുനാളിൽ കേട്ടതായിരിക്കാം. അവനെ പോലെയല്ല നീ കുറച്ച് അത്ര ഇല്ലല്ലോ, നിനക്കും അവന് ഒരേ സൗകര്യമാണല്ലോ കിട്ടിയത്, എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ഇതൊക്കെ നമ്മൾ വളരെ കാഷ്വലായിട്ട് പറയുന്നതാണെങ്കിലും ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അങ്ങനെ ഫോം ചെയ്യാണ്. എന്നെക്കുറിച്ച് ഇഷ്ടം കുറഞ്ഞോ, അല്ലെങ്കിൽ മറ്റയാളെ കുറച്ച് ഇഷ്ടം കൂടിയോ, ഞാൻ ഇവർക്ക് വിലയില്ലാണ്ടായോ എന്ന് തോന്നുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ആ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷമം. അപ്പോൾ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിയമം വേണം വരാം. അത് ഫുഡിൻ്റെ കാര്യമായിക്കോട്ടെ, വേറെ എന്ത് കാര്യമായിക്കോട്ടെ, ഒരേ നിയമങ്ങൾ ഒരേപോലെ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കുറച്ച് അധികം എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ കുഞ്ഞാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് ഇത് ചെറിയ കുഞ്ഞായതുകൊണ്ട് ഞാൻ അവനെ കൂടുതൽ കെയർ ചെയ്യുന്നു എന്ന് കരുതി ഇയാളെ പാടെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. എന്ത് തിരക്കിനിടയ്ക്കാണെങ്കിലും നമ്മൾ ആ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടണം. കൊച്ചനുജനെയും നോക്കാൻ കൂടെ കൂട്ടണം. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരില്ല. ദെൻ ഇനി ഏറ്റവും അവസാനത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കണ്ടിട്ടാണ്, നമ്മൾ പാരൻസിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പോൾ പാരൻസ് എപ്പോഴും കലഹം കൂടുന്ന ഒരു പാരൻസ് എന്തായിരിക്കും ആ കുട്ടി അതിൽ നിന്ന് മനസ്സിലാക്കുക. നമ്മളുടെ അടുത്തേക്ക് വല്ല വിവരങ്ങളും പറയാൻ അവൻ വരൂ, അല്ലെങ്കിൽ അവൾ വരൂ, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറയാൻ അവർ വരൂ? ഒരിക്കലും വരില്ല. ഇനി എപ്പോഴും ഹസ്ബൻഡിനെ വഴക്കു പറയുന്ന, ഹസ്ബൻഡിലെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരു മാതാവ്, അത് കണ്ടു വളരുന്ന കുട്ടി എന്ത് സ്വഭാവക്കാരനായിരിക്കും, അല്ലെങ്കിൽ എന്ത് സ്വഭാവക്കാരിയായിരിക്കും ഉണ്ടായിരിക്കുക? ആ കുട്ടി ആരോടും ഒരിക്കലും സംസാരിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. ആ കുട്ടിയുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ആരോടും തുറന്നു പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ അവസ്ഥ വരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടി കേൾക്കുന്നത് ഇതാണ്: പാരൻസിനെ, ഫാദറിനെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ മദറിനെ വഴക്ക് പറയുന്നു. പിന്നെ എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും? പിന്നെ മിക്ക കുടുംബങ്ങളും ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണുള്ളത്. ഹസ്ബൻഡ്, വൈഫ്, 1-2 കുട്ടികൾ. ഇനി ഹസ്ബൻഡ് നാട്ടിലില്ല എങ്കിൽ അമ്മയും 2-3 കുട്ടികളും, അല്ലെങ്കിൽ 1-2 കുട്ടികളും, ഈവൻ ഒരു കുട്ടി മാത്രമായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ കാണണം. അപ്പോൾ ഒരു ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും നമ്മൾ കുട്ടികളെ നേരെ വളർത്തണമെന്ന ഉദ്ദേശമാണ് നമ്മളുടെ എങ്കിൽ നമ്മൾ തന്നെ നന്നായി വളരാൻ നോക്കുക, നന്നാവുക. നമ്മളിൽ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്, ബിഹേവിയറലായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത് സമീപിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഇനി കുഞ്ഞുങ്ങളിൽ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് വരുന്നത്, നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല എങ്കിൽ അത്തരം ബിഹേവിയറൽ ചേഞ്ചസിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കുട്ടികളിലുള്ള സ്വഭാവം മാറ്റിക്കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാലും നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അതിൽ ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നിങ്ങൾ സമീപിക്കുക. ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ സമീപിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബോണ്ടിങ്, തമ്മിലുള്ള സ്നേഹം എന്താണ് എന്നറിയുമ്പോഴാണ്, ഹസ്ബൻഡും വൈഫും തമ്മിൽ സ്നേഹത്തോടു കൂടെ കഴിയുമ്പോഴാണ് ആ ഹസ്ബൻഡിനും വൈഫിനും തൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയും. ചില ആളുകൾ കണ്ടിട്ടുണ്ട്, പാർട്ട്ണറോടുള്ള ദേഷ്യം മുഴുവൻ കുഞ്ഞുങ്ങളോട് തീർക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പാർട്ട്ണറോട് വഴക്കാണെങ്കിൽ കുഞ്ഞുങ്ങളോട് പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങനെ ആരോടും മിണ്ടാതെ കുട്ടി തനിയായി പോകുന്നു. കുട്ടിയുടെ സന്തോഷമാണെങ്കിലും വിഷമാണെങ്കിലും കുട്ടിക്ക് ആരോടും പറയാനില്ലാതാവുന്നു. വീടൊരു കംഫർട്ട് സോൺ അല്ലാതായിട്ട് മാറുന്നു. ആ കുട്ടി വീട് വിട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠനത്തിൽ മോശമാകുന്നു, അല്ലെങ്കിൽ കുട്ടി ആരോടും സംസാരിക്കാതെ ഫുൾ ടൈം ഒരു റൂമിലോ ഒരു ടിവിയുടെ മുമ്പിലോ ഒരു മൊബൈലിൻ്റെ മുമ്പിലോ ആ കുട്ടി അഭയം പ്രാപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മൊബൈലും ടി വി ആകുമ്പോൾ നമ്മളോട് തിരിച്ചൊന്നും പറയുന്നില്ല ഒരിക്കലും. നമ്മളോട് പറയുന്നത്, നമ്മൾക്ക് പറയാനുള്ള വിഷമം ഒരു മൊബൈലിനോടോ ഒരു ടി വിയോടോ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിയിൽ സംസാരശേഷി വളരെ കുറയും, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയും, 4 ആളുടെ ഇടയ്ക്ക് പെരുമാറാനുള്ള ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ അത് ഒരു സൊസൈറ്റിയിലെ ഒരു സിറ്റിസണാണ് വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാവിയിലെ സമൂഹം എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാം. വീടുകളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കിട്ടുമ്പോഴാണ്
സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് ആ കുട്ടി ചായ്ഞ്ഞു പോകുന്നത്. ആ കിട്ടുന്ന സ്നേഹം ഒറിജിനലാണോ? ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം പോലെ ആയിരിക്കില്ല മറ്റാരുടെയും സ്നേഹം. പക്ഷേ ആ കുട്ടി ഇഷ്ടപ്പെടുന്ന വേണ്ട സമയത്ത് ആ കുട്ടിയെ സ്നേഹത്തിലൂടെ വിളിക്കുന്നത് പുറത്തൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മളോട് പറയാതെ തന്നെ ആ കുട്ടിയുടെ വിഷമങ്ങളൊക്കെ കേൾക്കാൻ ഒരാളുണ്ടാകുമ്പോൾ ആ ആ ആളായിരിക്കും ആ കുട്ടിയുടെ എല്ലാമായി മാറുന്നത്. അയാൾക്ക് വേണ്ടി ആ കുട്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. അപ്പം ആ ഒരവസ്ഥ ഒരു അക്രമാസക്തമായ ഒരു രീതിയിലേക്ക് ആ കുട്ടിയുടെ ക്യാരക്ടർ ഫോം ചെയ്യും. വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോവും, അച്ഛനമ്മമാരെ ഉപദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് സ്വഭാവ ദോഷങ്ങൾ ആ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യും. കാരണം ആരാ? നമ്മൾ പാരൻ്റാണ് കാരണം. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ എന്ത് വഴക്കുകളുണ്ടെങ്കിലും അത് ബിഫോർ ഗോ ടു ബെഡ് അത് അവസാനിച്ചിരിക്കണം. അത് പറഞ്ഞ് തീർക്കാൻ കഴിയുന്ന തെറ്റുകളെ പാരൻസിനിടയ്ക്ക് ഉണ്ടാവാൻ പാടും. അത് ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ തരം താഴ്ന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള വഴക്കുകൾ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും കേൾക്കാൻ ഇടവരരുത്. അങ്ങനെ കേൾക്കാൻ ഇട വന്നാൽ അത് നമ്മളുടെ മാത്രം തെറ്റാണ്. ആ കുഞ്ഞ് വഴി തെറ്റിപ്പോയെങ്കിൽ, ആ കുഞ്ഞിൻ്റെ സ്വഭാവം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ കുട്ടിയെ പിന്നെ നമുക്കൊരിക്കലും തിരിച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ തിരിച്ച് നന്നാക്കണം എന്ന് പറയാനുള്ള ഒരു അർഹതയും ഈ പാരൻസിനില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല കുട്ടികളായി വളർത്തിയെടുക്കണം നമ്മുടെ മക്കളെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പാരൻ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി പാർട്ട്നേഴ്സ് തമ്മിൽ പെരുമാറുക. അതിൽ നിന്നും അവർക്കൊരു കംഫർട്ട് സോണായിട്ട് കുഞ്ഞുങ്ങൾക്ക് തൻ്റെ അച്ഛൻ്റെ അടുത്ത്, തൻ്റെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ കംഫർട്ടാണ്, ഞാൻ സുരക്ഷിതമാണ് എന്ന് അവർക്ക് തോന്നുന്നിടത്താണ് ആ കുട്ടികളിൽ എല്ലാ വാല്യൂസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നല്ല ഒരു ഫാമിലിയിൽ നിന്നാണ് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നല്ല കുഞ്ഞുങ്ങളാണ് നല്ല സൊസൈറ്റി ഉണ്ടാവാൻ കാരണം. നല്ല സൊസൈറ്റിയാണ് നല്ല ഒരു രാഷ്ട്രം ഉണ്ടാവാൻ കാരണം. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് ഓരോ പാരൻസിനും കഴിയട്ടെ. നന്ദി, നമസ്കാരം.